ഗർഭചിത്ര പരാതി ബാലാവകാശ കമ്മീഷന് മുൻപാകെ ലഭിച്ചിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് നമ്മോടൊപ്പം ഉണ്ട്. സർ, ഒരു പരാതി, ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടൊരു പരാതി കഴിഞ്ഞ ദിവസം താങ്കളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ആ പരാതിയിൽ എന്താ പറയുന്നത്? പരാതിയിൽ പറയുന്നത് ഈ ഒരു കുട്ടിക്കുണ്ടായിട്ടുള്ള ഒരു ഗർഭചിത്രം അതിന് പരിശോധിച്ച് നിയമ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ അത് കുട്ടിയുടെ വിത്തൗട്ട് ദ കൺസെൻറ്റോ മറ്റോ ഉണ്ടോ എന്നുള്ളത് കൂടെ പരിശോധിക്കണമെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ പരാതി വരുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലൊരു ഓഡിയോ ക്ലിപ്പ് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു പെൺകുട്ടിയുമായി സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ ക്ലിപ്പ്. അതിന് പിന്നാലെയാണ് ഈ പരാതി താങ്കളുടെ മുന്നിലേക്ക് വന്നത്. ആ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയുന്നുണ്ടോ? അതിൽ പറയുന്നുണ്ടെങ്കിലും നമുക്കത് എങ്ങനെയാണ് എടുക്കാൻ വേണ്ടി കഴിയുക എന്ന് എനിക്കറിയില്ല. കാരണം നമുക്കങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു റെസ്പോണ്ടൻറ്റിനെ അതിനകത്ത് പരാമർശിച്ചിട്ടില്ല. അത് ഇനിയിപ്പോൾ കമ്മീഷൻ അതിൻ്റെ പൂർണ്ണമായ ഒരു പരാതി പരിശോധിച്ചതിന് ശേഷം എന്ത് വേണമെന്ന് തീരുമാനിക്കാനായിട്ടേ ഉള്ളൂ. അതായത് ഈ ഒരു അഭിഭാഷകനാണ്, ഷിൻഡോ സെബാസ്റ്റ്യൻ എന്നൊരു അഭിഭാഷകനാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഒരു ഓഡിയോ ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദമാണോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ശബ്ദമുണ്ട്, അതിൽ പറയുന്ന കാര്യങ്ങൾ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ കമ്മീഷന് മുന്നിൽ ഇനി സ്വീകരിക്കാൻ കഴിയുന്ന നിയമപരമായ നടപടി എന്താണ്? തീർച്ചയായും ഈ ശബ്ദ സന്ദേശത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ കമ്മീഷൻ അതിന് ടെക്നിക്കലി കോമ്പീറ്റൻ്റ് അല്ലല്ലോ. അപ്പോൾ അതിനാവശ്യമായ ഏജൻസികൾക്ക് അയച്ചു കൊടുത്ത് നിയമപരമായ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകാനല്ലേ കമ്മീഷന് കഴിയുക. ഈ ഓഡിയോ ക്ലിപ്പ് അടക്കമാണോ ഈ പരാതി ലഭിച്ചിരിക്കുന്നത്? ഓഡിയോ ക്ലിപ്പ് അതിൽ നമ്മുടെ ഇതിനകത്ത് മെയിലിൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല. പരാതി എൻ്റെ വാട്സപ്പിൽ അതിൻ്റെ കോപ്പി ഞാൻ ഓഫീസിൽ നിന്ന് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ അത് മാത്രമേ പരിശോധിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ട് എനിക്ക് ആ പരാതി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇന്ന് ഓഫീസിലേക്ക് പോയിട്ട് വേണം, ഈ പ്രോഗ്രാം ഇടയിലായതുകൊണ്ട് ഇതിനിടയിൽ ഇനി പോയിട്ട് വേണം അത് പരിശോധിക്കാൻ. അതായത് ഈ പരാതിയിൽ തുടർ നടപടിയായിട്ട് ഈ ഓഡിയോ ക്ലിപ്പിൻ്റെ ആധികാരികത ഇതിൽ പറയുന്നത് ഇതിലെ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറ്റൊരു പെൺകുട്ടിയുടേതുമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആധികാരികത കമ്മീഷൻ പരിശോധിക്കും. അല്ല, ആരുടേത് എന്ന് എനിക്ക് ശബ്ദ സന്ദേശം ആരുടേത് എന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. അതിൽ പക്ഷേ ആ ശബ്ദ സന്ദേശത്തിൽ ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട് എന്നും അതിൽ ആർക്കൊക്കെ അത് ഇഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് പരാതി. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം കമ്മീഷൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് അന്വേഷിക്കാനുള്ള നടപടികളാണ് കമ്മീഷൻ ആലോചിക്കുന്നത്. കമ്മീഷൻ്റെ അന്വേഷണ സംവിധാനമാണോ അതോ പോലീസ് സംവിധാനമാണോ ഇത് ഉപയോഗിക്കുക? കമ്മീഷൻ്റെ അന്വേഷണ സംവിധാനം എന്ന് പറയുന്നത് പോലീസും WCDയും അതുപോലുള്ള വിവിധ വകുപ്പുകളുടെ അന്വേഷണ സംവിധാനങ്ങളാണല്ലോ. അപ്പോൾ ആ അന്വേഷണ സംവിധാനങ്ങളെയല്ലേ കമ്മീഷന് ഉപയോഗിക്കാൻ കഴിയുക. പോലീസിന് കൈമാറും. അല്ല, അതിൽ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടാമല്ലോ കമ്മീഷൻ. ഈ പരാതിയിൽ എന്താണ്, പരാതിക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ പോലീസിന്റെ കയ്യിൽ എന്തെങ്കിലും ഡാറ്റാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധിക്കട്ടെ. ഇതിൽ ആദ്യമായി വേണ്ടതപ്പം ഈ വോയിസ് ആധികാരികമാണോ അല്ലെങ്കിൽ ഇത് റിയൽ ആണോ എന്നുള്ളത് തെളിയിക്കാനല്ലേ? അതെ, അതും തെളിയിക്കേണ്ടത് പോലീസ് തന്നെയാണ്. അതിന്റെ പരിശോധന നടത്തേണ്ടത്. നമുക്ക് പരിമിതികളുണ്ടല്ലോ. ഇങ്ങനൊരു ഇപ്പോൾ ഇത് നടന്നിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഗർഭചിത്രം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ട സംഭാഷണമാണ് നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനൊരു ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഒഫൻസ് ചെയ്ത ആൾക്കെതിരെ സ്വീകരിക്കാൻ കഴിയുന്ന നടപടി? അല്ല, അതിന് അങ്ങനെ ഒഫൻസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ആദ്യം കണ്ടെത്തണ്ടേ. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടുള്ളൂ. അത് ആദ്യം ആ റിപ്പോർട്ടുകൾ വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ഇപ്പോൾ പരാതിക്കാരനെ കേൾക്കണം. അഥവാ ഈ പറയുന്ന പരാതിയിൽ പരാമർശിച്ചിട്ടുള്ള ആളുകൾ ഇനിയും കൂടുതൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഹാജരാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമല്ലേ നമുക്ക് ഈ കാര്യങ്ങൾ പറയാൻ കഴിയൂ.